പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, നാം ഇന്ന് വായിച്ച വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളെ ധ്യാനിക്കുവാനായിട്ട് ഈ സമയത്ത് പരിശ്രമിക്കാം. ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനഭാഗമാണ് വായിച്ചത്. ഈ വചനഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വചനങ്ങൾ നമുക്കൊരിക്കൽ കൂടി വായിച്ച് കേൾക്കാം. 4-ാം അധ്യായം 7-ഉം 8-ഉം വചനങ്ങൾ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് എന്നതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? ഈ ഒരു ദൈവം തന്നെ ചോദിക്കുന്ന ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇത്രമാത്രം ശ്രേഷ്ഠത നിറഞ്ഞ ജീവിതമാണെന്ന് നാം ഓർക്കണം. അതിനാൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും ശ്രേഷ്ഠമായ കാര്യങ്ങൾ പറയാനും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ദൈവത്തോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ശ്രേഷ്ഠതയുള്ള ജനതയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും എല്ലാ സമയവും എല്ലാ നിമിഷവും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിലെ 2ാമത്തെ വായന ഏശയ്യായുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനഭാഗമാണ്. നാം ശ്രേഷ്ഠ ജനതയാണെന്ന് 1-ാം വായന നമ്മെ പഠിപ്പിച്ചു. എങ്കിൽ ആ ശ്രേഷ്ഠ ജനതയുടെ അവസ്ഥയിലെ നമ്മൾ ജീവിക്കണമെങ്കിൽ, നമുക്ക് കടന്നു പോകണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ 2-ാം വായന നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഓരോരുത്തരും മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന് പരമ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് 2ാമത്തെ വായന നമ്മെ കൊണ്ടുപോകുന്നത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. ഇതാണ് ശ്രേഷ്ഠ ജനതയുടെ ലക്ഷണം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 3ാമത്തെ വായന 1 കൊറിന്തോസിൻ്റെ ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വചനഭാഗമാണ്. വീണ്ടും ഈ ശ്രേഷ്ഠത തന്നെ നിലനിർത്തുവാനായിട്ട്, അതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ നമുക്കുണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്ക് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, നമുക്ക് എല്ലാം അനുവദനീയമാണ്, എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പണിതുയർത്തുന്നില്ല. ഇതാണ്. പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നാം ചെയ്യേണ്ടതിൻ്റെ മാനദണ്ഡം ഇത്രയേ ഉള്ളൂ. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവ മഹത്വത്തിന് അനുസൃതമായിട്ടുള്ള പ്രവൃത്തികളാകണം എന്നുള്ളതാണ്. ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ചിട്ടുള്ളതാണോ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത്? ഇതാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനതയായ നമുക്കെല്ലാവർക്കും ദൈവമഹത്വത്തിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നുപോയി നമ്മളുടെ ജീവിതം എന്നും എപ്പോഴും ശരിയുടെ നന്മയുടെ ജീവിതമാക്കി മാറ്റാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. 4ാമത്തെ വായനയാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 57 മുതൽ 13-ാം അധ്യായം 15 വരെയുള്ള വചനഭാഗം. ഈ വചനഭാഗം നമുക്കെല്ലാവർക്കും പല പ്രാവശ്യം പല രീതിയിൽ ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണ്.
ഈ വചനഭാഗത്തിലെ 3 കാര്യങ്ങളാണ് കാണുന്നത്. ക്ഷമിക്കുക, പശ്ചാത്തപിക്കുക, ഫലം ചൂടുക. ഈ 3 വചന ഭാഗത്തെ ഈ 3 ചിന്തകളെയാണ് നമ്മൾ ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. അതായത് നമ്മൾ ശ്രേഷ്ഠ ജനതയായിട്ട് ജീവിക്കാനായിട്ട് നാം ചെയ്യേണ്ടത് ദൈവമഹത്വത്തിനനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. ഈ ദൈവമഹത്വത്തിനനുസരിച്ച് പ്രവൃത്തിയായിരിക്കും 1 ക്ഷമിക്കുക, 2 പശ്ചാത്തപിക്കുക, 3 ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുക എന്നുള്ളതാണ്. നമ്മെ ദ്രോഹിച്ചവനോട് നാം ക്ഷമിച്ച് അനുരഞ്ജനപ്പെടുക എന്നുള്ളതാണ് യേശു നമ്മോട് പറയുന്ന 1-ാമത്തെ കാര്യം. 2-ാമത്തേത്, നാം ചെയ്ത പാപങ്ങളെക്കുറിച്ച് നാം പശ്ചാത്തപിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് 2-ാമത്തെ കാര്യം. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും. അതായത് കർത്താവ് നമ്മോട് പറയുന്ന ആ ഉപമ വളരെ ശക്തമായിട്ടുള്ളൊരു ഉപമയാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവമഹത്വത്തിനായി ജീവിക്കുക, പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകതയെങ്കിൽ അതാകണം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി എന്ന് വരികിൽ ആ ശൈലി എന്ന് പറയുന്നത് ഈ ക്ഷമിക്കുക, പശ്ചാത്തപിക്കുക, ഫലം നൽകുക എന്നുള്ള ജീവിത ശൈലിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മെ ദ്രോഹിച്ചവരോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. 2-ാമത്തേത്, നാം ചെയ്ത പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നാം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. 3-ാമത്തേത്, സമയാസമയങ്ങളിൽ ഫലം നൽകാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ദൈവ മഹത്വത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം. അതിനാൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഈ ലോകത്ത് അവസാനിക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതം ഇവിടെ മരണത്തിലൂടെ ഈ ലോക ജീവിതം അവസാനിക്കുകയും പിന്നീട് പരലോക ജീവിതത്തിലേക്ക് നാം എത്തുകയും അവിടെ ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന് ജീവിക്കുകയും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വരികിൽ ആ ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ട് നാം ഇന്ന് ഇവിടെ ദൈവമഹത്വത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. വിശുദ്ധ ബലിയിലൂടെയാണ് നിത്യജീവനത്തിനുള്ള ഔഷധം നമുക്ക് ലഭിക്കുന്നത്. ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവമഹത്വത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ ലഭിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ ആരുടെയും ഇഷ്ടമനുസരിച്ച്, നമ്മുടെ സൗകര്യമനുസരിച്ച് ജീവിക്കാനല്ല, മറിച്ച് ദൈവമഹത്വത്തിന് വർധനവ്, ദൈവമഹത്വത്തിൽ ജീവിക്കാനായിട്ട് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും കർത്താവ് എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടി നമുക്ക് നിരന്തരം പരിശ്രമിക്കാം. അത് ഒരു ദിവസം മാത്രമല്ല വേണ്ടത്, അനുനിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും ദൈവമഹത്വത്തിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.